എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടം ഇത് മഹത്വത്തിൻ്റെ നാളുകളാണ്. അവസാന നാളുകളിൽ കർത്താവിൻ്റെ വാഗ്ദാനമാണ്, എൻ്റെ മഹത്വം എല്ലാ ജനതകൾക്കും ഞാൻ വെളിപ്പെടുത്തും. സകല മനുഷ്യരും ഞാനാണ് ദൈവമായ കർത്താവെന്ന് അപ്പോൾ അറിയും. കർത്താവിൻ്റെ മഹത്വം ലോക ജനത ദർശിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആത്മാക്കൾ കർത്താവിൻ്റെ നിത്യരക്ഷയിലേക്ക് കടന്നു വരും. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൻ്റെ ശക്തമായ അഭിഷേകമാണ് തേജസ്സിൻ്റെ അഭിഷേകം, മഹത്വത്തിൻ്റെ അഭിഷേകം, ദ ലോർഡ്സ് ഗ്ലോറി. ഇന്ന് നമ്മുടെ സഭയെ പ്രകാശിപ്പിക്കേണ്ടത് കർത്താവിൻ്റെ മഹത്വമാണ്. നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ മഹത്വത്തിലാണ്. നമ്മൾ ജീവിക്കേണ്ടതും ഈ തലമുറയിൽ പ്രതിഫലിപ്പിക്കേണ്ടതും ദൈവ തേജസ്സാണ്, കർത്താവിൻ്റെ തേജസ്സിൻ്റെ അനുഭവമാണ്. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ നിത്യ മഹത്വത്തിലേക്കാണ്, ഇറ്റേണൽ ഗ്ലോറി. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 19-ാം വചനത്തിൽ മോശ പ്രവാചകനോട് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്. അവിടെ നിന്ന് അരുളി ചെയ്തു, എൻ്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നുപോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. മോശേ, എൻ്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നുപോകും, നീ എൻ്റെ മഹത്വം ദർശിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവ പദ്ധതി ഇതാണ്. കർത്താവിൻ്റെ മഹത്വത്തിൽ ജീവിക്കുക, കർത്താവിൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്നവരായി, അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി, വെളിപ്പെടുത്തുന്നവരായി മാറുക. നമ്മിൽ വസിക്കുന്ന തേജസ്സിനെ നമ്മൾ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ വിളിയാണ് സഹോദരങ്ങളെ ഇത്. എൻ്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നുപോകും, എൻ്റെ മഹത്വത്താൽ ഞാൻ നിന്നെ ആവരണം ചെയ്യും. നിന്റെ ജീവിതം, നിന്റെ ശുശ്രൂഷ തേജസ്സിന്റെ ശുശ്രൂഷയാക്കി ഞാൻ മാറ്റും. എത്ര ശക്തമായ വാഗ്ദാനമാണിത്! നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മോശ പ്രവാചകന് ഈ വാഗ്ദാനം കർത്താവ് കൊടുത്തുവെങ്കിൽ, ഇന്ന് എനിക്കും നിങ്ങൾക്കുമാണ് ഈ വാഗ്ദാനം ദൈവമായ കർത്താവ് നൽകുന്നത്. ഇത് നമുക്കുള്ള പ്രോമിസാണ് സഹോദരങ്ങളെ, നമുക്കുള്ള വാഗ്ദാനമാണ്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. 28-ാമത്തെ വചനത്തിൽ മോശ 40 പകലും 40 രാവും കർത്താവിനോട് കൂടെ അവിടെ ചെലവഴിച്ചു. കർത്താവിനോട് കൂടെ മോശ ആ മഹത്വത്തിൽ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഈ വചനത്തിൻ്റെ മർമ്മം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. 40 ദിനരാത്രങ്ങൾ കർത്താവിനോട് കൂടെ അവിടുത്തെ മഹത്വത്തിൽ മോശ ചെലവഴിക്കുകയാണ്. എത്ര ശ്രേഷ്ഠമായൊരു അനുഭവമാണ് സഹോദരങ്ങളെ. ദൈവമഹത്വം നമ്മിൽ പ്രകാശിക്കണമെങ്കിൽ, ഈ മഹത്വത്തിൽ ജീവിക്കുന്നവരായി നമ്മൾ മാറണമെങ്കിൽ കർത്താവിനോട് കൂടി നമ്മൾ സമയം ചെലവഴിക്കണം. ധാരാളം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. കർത്താവിൻ്റെ പ്രസൻസിലായിരിക്കുവാൻ, ആ മഹത്വത്തിൽ പ്രകാശിതമാകുവാൻ, ആ തേജസ് അനുഭവിക്കുവാനുള്ള നിരന്തരമായ വാഞ്ച പ്രിയ ദൈവത്തിൻ്റെ പൈതലേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്, കർത്താവിനോട് കൂടെ ചെലവഴിച്ചു. എല്ലാവരും ഉച്ചത്തിൽ ആ വചനം ഏറ്റു പറഞ്ഞേ, കർത്താവിനോട് കൂടെ ചെലവഴിച്ചു. 40 ദിനരാത്രങ്ങൾ കർത്താവിനോട് കൂടെ മോശ പ്രവാചകൻ ചെലവഴിക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരവസരത്തിൽ വീണ്ടും മോശ ഇത് ആവർത്തിക്കുന്നുണ്ട്. മോശയുടെ ജീവിതം ദൈവമഹത്വത്തിൻ്റെ ജീവിതമായി, തേജസ്സിൻ്റെ ജീവിതമായി
മാറിയതിൻ്റെ അടിസ്ഥാനം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക സഹോദരങ്ങളെ. നമ്മുടെ ഈ ജീവിതത്തിന്റെ വ്യഗ്രതകളിൽപ്പെട്ട് മഹത്വം നഷ്ടപ്പെട്ടവരായി, തേജസ്സില്ലാത്തവരായി നമ്മൾ നശിച്ചു പോകരുത്. കർത്താവിന്റെ തേജസ്സിനെ ഈ തലമുറയിൽ വെളിപ്പെടുത്തുവാൻ ആത്മാവിനാൽ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. യെസ്, വി ആർ ചോസൺ. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളാണ്, കർത്താവിന്റെ മുദ്രിത ആത്മാക്കളാണ്. പുറപ്പാട് പുസ്തകം 24 അധ്യായം 18 വചനത്തിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. മോശ മേഘത്തിനുള്ളിൽ കിടന്ന്, ഈ മേഘം മഹത്വത്തിന്റെ തേജസ്സിന്റെ മേഘമാണ്. ആ മേഘത്തിൽ കർത്താവുണ്ട്. മോശ ഉള്ളിൽ കടന്നത് തേജസ്സിന്റെ ഉള്ളിലേക്കാണ്. കർത്താവിന്റെ മഹത്വത്തിൽ, ആ ഗ്ലോറിയുടെ ഉള്ളിലേക്ക് മോശ കടക്കുകയാണ്. ദൈവ തേജസ്സിലേക്ക് മോശ പ്രവേശിക്കുകയാണ്. തിരുവചനം പഠിപ്പിക്കുന്നു, 40 ദിനരാത്രങ്ങൾ അവൻ ഈ മഹത്വത്തിൽ, ഈ തേജസ്സിലായിരുന്നു. 2 പ്രാവശ്യം 40 ദിനരാത്രങ്ങൾ വെച്ച് കർത്താവിനോട് കൂടെ എല്ലാ തിരക്കുകളിൽ നിന്നും, ബഹളങ്ങളിൽ നിന്നും, വ്യഗ്രതകളിൽ നിന്നും പിന്മാറി കർത്താവിനോടൊപ്പം തനിച്ചിരിക്കുന്ന, ലോകത്തിൽ നിന്ന് പുറമായും വേർപാട് സ്വീകരിച്ച് കർത്താവിനോടും കൂടെ മാത്രം തനിച്ചിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിയൻ, ആ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിൽ മോശ 80 ദിനരാത്രങ്ങൾ ചെലവഴിക്കുകയാണ്, 2 പ്രാവശ്യമായിട്ട്. ഈ സമയം മോശയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ച സഹോദരങ്ങളെ? ഈ സമയം മോശയ്ക്ക് എന്താ സംഭവിച്ച? ഈ തേജസ്സിൽ മോശ ദിനരാത്രങ്ങൾ, ഈ തേജസ്സിൽ മോശ ആയിരുന്നു. കണ്ടു, നിങ്ങൾ ശ്രദ്ധിക്കണത്, ഈ ഗ്ലോറിയിൽ, മഹത്വത്തിലായിരുന്നു. അവനെന്തു സംഭവിച്ചു? പുറപ്പാട് പുസ്തകം 34:29 വചനം പഠിപ്പിക്കുന്നു, 2 സാക്ഷ്യ ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. മോശയുടെ മുഖം ദൈവ തേജസ് കൊണ്ട് പ്രകാശിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം കൊണ്ട് പ്രകാശിതമായൊരു മുഖം, ദൈവ തേജസ് കൊണ്ട് മുഖം പ്രകാശിക്കുക. നിങ്ങൾ ആ ഫിലിം കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മോശയുടെ മുഖം, ഈ കണ്ണും മൂക്കും, അതുപോലെ തന്നെ ഈ മുടിയൊന്നും കാണാൻ പറ്റുന്നില്ല. ഒരു വലിയ പ്രകാശഗോളം ഇങ്ങനെ ഉദിച്ചുദിച്ച് നിൽക്കുന്നതായി നമ്മൾ കാണുന്നു. അത് ദൈവ തേജസ്സാണ്. കർത്താവിന്റെ മഹത്വത്തിൽ മോശ നിറയപ്പെടുക മാത്രമല്ല, ആ മഹത്വം മോശയിലൂടെ വെളിപ്പെടുകയാണ്, പ്രതിഫലിക്കുകയാണ് സഹോദരങ്ങളെ. കാരണം ദിനരാത്രങ്ങൾ അവൻ കർത്താവിനോട് കൂടെ ചെലവഴിച്ചു. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ജീവിതം കർത്താവിന്റെ തേജസ്സിന്റെ ജീവിതമായി മാറണോ? നമ്മുടെ കുടുംബങ്ങൾ മഹത്വത്തിന്റെ കുടുംബങ്ങളായി, ശക്തിയുടെ ഭവനങ്ങളായി രൂപാന്തരപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനോടൊപ്പമായിരിക്കണം സഹോദരൻ. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനോടൊപ്പമായിരിക്കണം. ഏതെല്ലാം കുടുംബങ്ങൾ ഈ മഹത്വം സ്വന്തമാക്കുവാൻ, ഈ തേജസ്സിന്റെ അനുഭവത്താൽ നിറയപ്പെടുവാൻ, ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, അതിനായി അവർ അവരെ തന്നെ സമർപ്പിക്കുന്നുവോ, അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ പ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. മോശ അതിനായി വില കൊടുത്തു, തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവ തേജസ്സിന്റെ ജീവിതമായി മോശയുടെ ജീവിതം മാറി. എൻ്റെ സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പാക്കുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, കണ്ണുനീരുകളും സഹനങ്ങളും നൊമ്പരങ്ങളും, ഒത്തിരിയേറെ തകർച്ചകളും കഷ്ടതകളെല്ലാം ഉണ്ട് സഹോദരങ്ങളെ. എന്നാൽ ഇതിനെ മറികടക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ പകരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്.
നീ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. നീ അവന്റെ തേജസ് സ്വന്തമാക്കണം, ആ മഹത്വത്തിൽ ജീവിക്കണം. എൻ്റെ സഹോദരങ്ങൾ, ഈ സമയം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ആത്മീയ ഭൗതികമായ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കണം. യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. മടികൂടാതെ നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനകൾ അത്ഭുതങ്ങളെ കൊണ്ടുവരും. അത് സൗഖ്യങ്ങളെ വെളിപ്പെടുത്തും, ഡെലിവറൻസുകൾ വെളിത്തരും. സാധാരണമായ വിധത്തിലുള്ള ദൈവശക്തി നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കും. വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ ശക്തിയുണ്ട്. വിശ്വസിച്ച് രാമേൻ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ മടികൂടാ, നിങ്ങൾ കമന്റ്, നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ ജീവിതത്തിൽ തൻ്റെ മഹത്വത്തിൻ്റെ മേഘം നിന്റെ ജീവിതത്തിലേക്ക് പകരും. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മോശപ്രവാചകൻ അനുഭവിച്ചതുപോലെയുള്ള ഒരു മഹത്വത്തിൻ്റെ ശുശ്രൂഷ, തേജസ്സിൻ്റെ ജീവിതം നമ്മിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. നാം പുതിയ നിയമത്തിലേക്ക് വരിക. അവിടെ എസ്തഫാനോസ് സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. എസ്തഫാനോസിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം നൽകുന്ന സാക്ഷ്യം എന്താണ്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6-ാം അധ്യായം 15-ാമത്തെ വാക്യം. സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഘത്തിലുണ്ടായിരുന്നവരെല്ലാം എസ്തഫാനോസിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അവർ അത്ഭുതപ്പെട്ടു. ഒരു ദൈവദൂതന്റെ മുഖം പോലെ എസ്തഫാനോസിന്റെ മുഖം തേജസ് കൊണ്ട് പ്രകാശിക്കുകയാണ്. കർത്താവിന്റെ മഹത്വത്താൽ പ്രകാശിക്കുന്ന ദൈവദൂതന്റേതുപോലൊരു മുഖം സംഘത്തിലുണ്ടായിരുന്ന സകല മനുഷ്യരും കാണുകയാണ്. അവർ അതിശയപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, ഇതൊരു മാജിക് അല്ല. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കുന്ന അനുഭവമാണെന്ന് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഈ തേജസ്സിലാണ് എസ്തഫാനോസ് ജീവിച്ചത്. തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ മഹത്വം, ഈ തേജസ്സിൻ്റെ അഭിഷേകം കാത്തു സൂക്ഷിക്കുവാൻ അവൻ തന്നെ കർത്താവിനായി സമർപ്പിച്ചു. തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി. അതിനായി അവൻ പലതും നഷ്ടപ്പെടുത്തി. ഈ ലോകത്തിന് സുഖങ്ങളും തനിക്ക് ലാഭകരമായ പലതും നഷ്ടപ്പെടുത്തി അതിനായി വില കൊടുത്തു കഴിഞ്ഞപ്പോൾ, ആ തേജസ്സിൻ്റെ അഭിഷേകത്തിൽ ജീവിച്ചപ്പോൾ അവൻ്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിതമാകുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു അനോയിന്റിങ്ങിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, കൃപ തരണമേ, കൃപ തരണമേ. നമ്മുടെ ജീവിതങ്ങളിൽ അന്ധകാരം മാറുവാനായിട്ട്, ഇരുളുകൾ മാറിപ്പോകാനായിട്ട്, പൈശാചിക ബന്ധനങ്ങളും ഈ ലോകത്തിൻ്റെ അരൂപികളും ഈ ലോകത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങളും നിർവീര്യമാകുവാൻ, കർത്താവിന്റെ മഹത്വത്താൽ പ്രകാശിതമാകുന്നൊരു ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ അഭിഷേകം ചെയ്യപ്പെടുവാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ദൈവാത്മനോട് പറയുന്നു, ഒത്തിരി പേര് വേദനിച്ച് തകർന്ന് ദുഃഖത്തോടെ പലവിധ പ്രതിസന്ധികളുമായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവചന സന്ദേശമാണ്. നമ്മുടെ പ്രതിസന്ധികൾ എന്ത് തന്നെയാണെങ്കിലും അതിനെ മറികടക്കുന്ന തേജസ്സിന്റെ ശക്തി നിന്റെ മേൽ കർത്താവ് അയക്കുകയാണ്. ആ മഹത്വത്താൽ നീ പൊതിയപ്പെടുമ്പോൾ, ഈ തേജസ്സിന്റെ അഭിഷേകത്തിൽ നീ ജീവിക്കുമ്പോൾ, ഒരു അന്ധകാര ശക്തിക്ക് നിന്നെ തകർക്കാൻ പറ്റുകയില്ല. ഈ ലോകത്തിലൊരു പ്രതിസന്ധിക്ക് നിന്നെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. നീ ആഗ്രഹിക്കേണ്ടത് ഈ തേജസ്സിന്റെ ശക്തിക്കായിട്ടാണ്, മഹത്വത്തിന്റെ അഭിഷേകത്തിനായി, അവന്റെ ജീവനുള്ള സാന്നിധ്യത്തിനായി. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുക. ഓ ജീസസ്, ജീസസ്,
ജീസസ്. അത്ഭുതകരമായ പകർച്ചയുണ്ടാകട്ടെ. ഈ ജനത്തിന്റെ മേൽ തേജസ്സിന്റെ പകർച്ചയുണ്ടാകട്ടെ. മഹത്വത്തിന്റെ മേഘമായി കർത്താവ് ഇറങ്ങി വരട്ടെ. കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സൗഖ്യങ്ങൾ, വിമോചനങ്ങൾ, മാനസാന്തരങ്ങൾ ഇപ്പോൾ ഈ സമയം ജനമധ്യേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ, വെളിപ്പെടട്ടെ. Right now in the name of Jesus. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ ജനത്തെ സന്ദർശിക്കണമേ. ഞങ്ങളുടെ മഹത്വം കൊണ്ട് പൊതിയണമേ. ഞങ്ങളുടെ തേജസ്സിന്റെ മേഘത്താൽ ആവരണം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലലലലലല. Glory, Shekinah, 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 glory. കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ, കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, കർത്താവിന്റെ മഹത്വത്തിന്റെ മേഘം ഇറങ്ങി വരട്ടെ. തേജസ്സിന്റെ മേഘത്താൽ ഞങ്ങൾ ആവരണം ചെയ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ദൈവ തേജസ്സിനാൽ പ്രകാശിപ്പിക്കണമേ. Mighty Lord, mighty Lord, mighty Lord, mighty Lord. Hallelujah. Mighty Lord, mighty Lord. Amen. Amen. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് ഈ സമയം തൻ്റെ തേജസ്സിന്റെ ഒരു പകർച്ച കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നൽകി. ആമേൻ, ആമേൻ. നമ്മൾ തിരിച്ചറിയണം, ഈ തേജസ്സിന്റെ അനുഭവത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ദൈവ തേജസ് എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. തേജസ്സിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. കർത്താവ് ഈ നിരന്തരം ഈ മഹത്വത്തിൽ ജീവിച്ചവനും ഈ മഹത്വം വെളിപ്പെടുത്തിയവനുമാണ്. ശിഷ്യന്മാർ പല പ്രാവശ്യം ഈ മഹത്വം കണ്ടവരാണ്. മത്തായിയുടെ സുവിശേഷം 17:1 കാണുന്നുണ്ട്. താബോർ മലയിൽ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് അവൻ പോയി. മലയിലേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു സഹോദരങ്ങളെ? അവനവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. കണ്ടോ, ദൈവ തേജസ് കൊണ്ട് പ്രകാശിതമായ അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുകയാണ്. ആ മഹത്വം പ്രതിഫലിക്കുകയാണ് മുഖത്ത്. ആരെല്ലാം ദൈവമഹത്വത്തിൽ ജീവിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഈ മഹത്വം പ്രതിഫലിക്കുന്നു, മുഖത്ത് പ്രതിഫലിക്കും. അവരുടെ ചലനങ്ങളിൽ, നോട്ടങ്ങളിൽ, ഭാവങ്ങളിൽ, അവരുടെ സ്പർശനങ്ങളിൽ, സാന്നിധ്യത്തിൽ ഈ തേജസ്സിന്റെ അനുഭവം ഉണ്ടാകും. ഈ മഹത്വത്തിന്റെ പകർച്ചയുണ്ടാകും. അനോയിന്റിങ്, അഭിഷേകം, 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 അഭിഷേകത്തിന്റെ പകർച്ച. സഹോദരങ്ങളെ, സൂര്യനെ പോലെ മുഖം വെട്ടിത്തിളങ്ങുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? മഹത്വം മുഖത്ത് പ്രകടമാവുകയാണ്. കാരണം മഹത്വത്തിലാണ് കർത്താവിന്റെ ജീവിതം മുഴുവൻ. അവൻ മഹത്വമാണ്, പിതാവിന്റെ മഹത്വമാണ്, ദൈവമഹത്വത്തിന്റെ പൂർണ്ണതയാണ് കർത്താവായ യേശു. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കും. ഞാൻ ദൈവവചനത്തിലേക്ക് വരുമ്പോൾ മേഘത്തിൽ വെളിപ്പെട്ട മഹത്വം, സമാഗമ കൂടാരത്തിൽ നിറഞ്ഞ മഹത്വം ഇപ്പോൾ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ദേവാലയത്തിലേക്ക് ഇറങ്ങി വന്ന് ദേവാലയം മുഴുവനെ അഭിഷേകം ചെയ്യാണ്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമ്മൾ ഉച്ചസ്വരത്തിൽ ഉണർവോടെ വായിക്കുക. സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹനബലി വസ്തു മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു. കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു. കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. പുരോഹിതന്മാർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിന്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു.
എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം, ജെറുസലേം ദേവാലയത്തിലേക്ക് മഹത്വം ഇറങ്ങി വരികയാണ്. കർത്താവിൻ്റെ തേജസ് കൊണ്ട് ദേവാലയം മുഴുവൻ നിറയപ്പെടുകയാണ്. അത്ര മനോഹരമായൊരു അനുഭവമാണ്. സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ മഹത്വം ഇറങ്ങി വന്നു. കർത്താവിൻ്റെ തേജസ്സിനാൽ ആലയം മുഴുവൻ നിറയപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്ന കുടുംബങ്ങളാകണം. ദൈവ തേജസ്സിനെ പ്രതിഫലിപ്പിക്കുന്ന കുടുംബങ്ങളാകണം, മിനിസ്ട്രികളാകണം. നമ്മുടെ സഭയെ പ്രകാശിപ്പിക്കേണ്ടത് ഈ ലോകത്തിലെ യാതൊന്നുമല്ല, കർത്താവിൻ്റെ മഹത്വമാണ്. തിരുസഭയെ നിരന്തരം പ്രകാശിപ്പിക്കണം. 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ള കർത്താവ്. എൻ്റെ സഹോദരങ്ങളെ, ആലയം മുഴുവൻ കർത്താവിൻ്റെ മഹത്വം നിറയുകയാണ്. ഇത് പഴയ നിയമത്തിലെ ഒരു ദൃഷ്ടാന്തം മാത്രമല്ല. നമ്മുടെ ജീവിതവുമായി നമ്മൾ ഈ വചനത്തെ ബന്ധപ്പെടുത്തണം. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. നീ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിന്നിൽ വസിക്കുന്നുവെന്ന് നീ അറിയുന്നില്ലേ? കൊരിന്ത്യസ്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വചനമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം നമ്മൾ ഓരോരുത്തരും ആരാണ്? നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. ജീവിക്കുന്ന കർത്താവിൻ്റെ ആലയമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവാലയങ്ങളാണ്. നമ്മളെ ദേവാലയങ്ങളാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ശരീരമാകുന്ന മൺകൂടാരത്തിൽ മഹത്വത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വസിക്കുന്നതിനാൽ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്, കർത്താവിൻ്റെ കൂടാരമാണ്, ആലയമാണെന്ന് വചനം പറയുന്നു. എത്ര മനോഹരമായ ഒരു അനുഭവമാണ് സഹോദരൻ. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. അതെ, കല്ലുകൊണ്ടും മെറ്റൽ കൊണ്ടും കോൺക്രീറ്റ് കൊണ്ടും പടുത്തുയർത്ത ഒരു ദേവാലയം മാത്രമല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ പള്ളികളെ ദേവാലയങ്ങളാക്കി മാറ്റുന്നത് പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമാണ്, പരിശുദ്ധ വചനത്തിൻ്റെ സാന്നിധ്യമാണ്. അവിടെ ഹോളി സ്പിരിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അത് ദേവാലയമായിട്ട് മാറുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നവരാണ്. നമ്മൾ മഹത്വത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങളും കൂടാരങ്ങളുമാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്, ദേവാലയമാണ്, ദേവാലയങ്ങളാണ് നമ്മൾ. നമ്മുടെ ശരീരമാകുന്ന, നമ്മുടെ ജീവിതമാകുന്ന ഈ ആലയത്തിൽ മഹത്വം ഇറങ്ങി വരുന്ന ആ മഹത്വം ഇറങ്ങുന്ന ജീവിതമായി, മഹത്വത്തിൽ ജീവിക്കുന്ന ജീവിതമായി, മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതമായി നമ്മുടെ ജീവിതം മാറുക എന്നുള്ളതല്ലേ നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതി? യെസ്, അത് തന്നെയാണ് നിശ്ചയമായും നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി. ഈ ദേവാലയം ഇന്ന് നീയും ഞാനുമാണ് സഹോദരൻ. നമ്മൾ ഓരോരുത്തരുമാണ് ഈ ദേവാലയം. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയണം കർത്താവിൻ്റെ വചനം എത്ര ശക്തമാണ്. അപ്പോൾ ഈ ജെറുസലേം ദേവാലയത്തിൽ ഈ മഹത്വം ഇറങ്ങി വന്നതിനെ, അതിനെ ചരിത്ര പ്രാധാന്യമുള്ളതും ഒപ്പം ആത്മീയ അടിസ്ഥാനവുമുള്ള 3 കാര്യം പെട്ടെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. ഈ ശരീരമാകുന്ന, നമ്മുടെ ജീവിതമാകുന്ന ഈ ആലയത്തിൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി തേജസ്സിൻ്റെ ജീവിതമായി നമ്മുടെ ജീവിതം മാറണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ 3 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ജെറുസലേം ദേവാലയം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നതെന്ന് നമ്മൾ നല്ലതുപോലെ അറിയണം. സോളമൻ ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചപ്പോൾ മഹത്വം ഇറങ്ങി വന്നതല്ല സഹോദരങ്ങളെ. അവിടെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങി വരുവാൻ തക്കവിധമുള്ള ചില ആത്മീയ അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവ തേജസ് ആലയം മുഴുവനെയും പ്രകാശിപ്പിച്ചത്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായം 1-ാം വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ പൊരുൾ മനസ്സിലാക്കാൻ പറ്റും. ജെറുസലേമിൽ തൻ്റെ പിതാവായ ദാവീദിന് കർത്താവ് പ്രത്യക്ഷനായ സ്ഥലത്ത് ആലയം പണിയുവാൻ സോളമൻ ആരംഭിച്ചു.
മോറിയ പർവ്വതത്തിൽ ജബൂസ്യനായ ഓർണാന്റെ മെതിക്കളത്തിൽ ദാവീദ് കണ്ടുവച്ച സ്ഥാനത്തു തന്നെയാണ് പണിതത്. എൻ്റെ സഹോദരങ്ങൾ, ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത് വെറുമൊരു മലമുകളിലല്ല, അത് മോറിയ പർവ്വതത്തിലാണ്, മോറിയ മലയിലാണ്. അതിന് ചരിത്ര പ്രാധാന്യമുണ്ട്, വിശ്വാസപരമായ ആത്മീയ അടിസ്ഥാനമുണ്ട്. മോറിയ പർവ്വതത്തിലാണ് ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. സോളമൻ പ്രാർത്ഥിച്ചുടനെ മഹത്വം ഇറങ്ങി ദൈവ തേജസ് ആലയം മുഴുവനെയും പൊതിഞ്ഞുവെന്ന് തിരുവചനം പറയുന്നു. അതിന്റെ കാരണം അത് മോറിയ മല. എന്താണ് മോറിയ മല നമുക്ക് തരുന്ന ഒന്നാമത്തെ സന്ദേശം? അത് വിശ്വാസത്തിന്റെ ഇടമാണ്. അത് വിശ്വാസത്തിന്റെ പർവ്വതമാണ്, മലയാണ് സഹോദരങ്ങൾ. അവിടെയാണ് അബ്രഹാമിന്റെ വിശ്വാസം. എബ്രായ പുസ്തകം 11:17 കാണുന്നില്ലേ? വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. വിശ്വാസം മൂലം ഇസഹാക്കിനെ അബ്രഹാം സമർപ്പിച്ച ആ ഇടമെന്ന് പറയുന്നത് നമുക്കറിയാം, മോറിയ മലയാണ്. മൗണ്ട് മോറിയ, അത് മോറിയ പർവ്വതത്തിലാണ്. നമ്മുടെ ശരീരമാകുന്ന ഈ ദേവാലയത്തിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി ദൈവ തേജസ്സിന്റെ ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടണമെങ്കിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വിശ്വാസം ജീവിക്കുന്നവരായി മാറണം. വിശ്വാസം ജീവിക്കണം. വിശ്വാസം വെറും പറയാനുള്ളതല്ല, വിശ്വാസം പ്രഘോഷിക്കണം, ഒരു സംശയം അതിലില്ല. എന്നാൽ അതിനേക്കാൾ ഉപരി ദിനംതോറും ദിവസേന വിശ്വാസത്താൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വിശ്വാസത്താൽ ജീവിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ. വിശ്വാസം മൂലം അബ്രഹാം ഇസഹാക്കിനെ സമർപ്പിച്ചു. അത് വിശ്വാസത്തിന്റെ ഇടമാണ്. വിശ്വാസത്തിന്റെ കൃപ ഇറങ്ങിയ മലയാണ് മോറിയ മല. സഹോദരങ്ങളെ, ഈ ലൈഫ് വിശ്വാസത്തിന്റെ ജീവിതമാകണം. വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ കർത്താവ് പറയാ, നിന്റെ ജീവിതത്തിലേക്ക് മഹത്വം ഇറങ്ങും. നിന്റെ ജീവിതം തേജസ്സിന്റെ ജീവിതമായി, നിന്റെ കുടുംബം തേജസ്സിന്റെ കുടുംബമായി മാറും. നമ്മളായിരിക്കും നമ്മുടെ മിനിസ്ട്രികൾ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന മിനിസ്ട്രികളായിട്ട് മാറും. വിശ്വാസം ജീവിക്കണം, വിശ്വാസത്താൽ ജീവിക്കണം. അങ്ങനെ ഒരു ജീവിതമുണ്ട് സഹോദരങ്ങൾ, വിശ്വാസത്താലുള്ള ഒരു ജീവിതം. ഹല്ലേലൂയ. കർത്താവേ, അതുകൊണ്ട് നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് അസ്വസ്ഥപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന ശാപവാക്കുകൾ, ചീത്ത വാക്കുകൾ, തെറി വാക്കുകൾ, മനക്ഷോഭം മൂലം നമ്മൾ പറയുന്ന അസഭ്യ വാക്കുകൾ, എൻ്റെ സഹോദരങ്ങൾ, ഇതൊക്കെ ആ മഹത്വത്തെ കെടുത്തിക്കളയും. നിന്നിലുള്ള ദൈവ തേജസ്സിന്റെ ശോഭയെ അത് മങ്ങലേൽപ്പിക്കും, അത് കെട്ടുപോകുമെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. വിശ്വാസത്താൽ ജീവിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നു 22-ാം അധ്യായം 7-8 വചനങ്ങൾ. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രഹാത്തെ വിളിച്ചു, പിതാവേ. എന്താ മകനെ അവൻ വിളി കേട്ടു. എന്താ മകനെ അബ്രഹാം വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണപ്പാ? ഈ ചോദ്യത്തിന് മറുപടി അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, അല്പവിശ്വാസത്തിന്റെ വാക്കല്ല പറഞ്ഞത്. മോനെ, അത് നീ തന്നെയാടാന്നും പറഞ്ഞ് ആ കുഞ്ഞിന്റെ വിശ്വാസത്തെ ഇളക്കുക, അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവനെ പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും എല്ലാം അബ്രഹാം ചെയ്തത്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാം. വിശ്വാസത്താൽ ജീവിച്ചവനായിരുന്നു അബ്രഹാം പിതാവ്. വിശ്വാസത്താൽ ജീവിച്ചവൻ അബ്രഹാം പിതാവ്. എന്താ പറഞ്ഞത്? 8-ാമത്തെ വചനം. അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. യഹോവ ജയറേ, ദൈവം തരും. The Lord will provide. മകനേ, യഹോവ ജയറേ, കർത്താവ് തന്നെ തരും. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ വാക്കു പറഞ്ഞ്
വിശ്വാസത്താൽ ജീവിക്കുന്നവരിൽ മഹത്വം ഇറങ്ങും, മഹത്വം വസിക്കും, മഹത്വം വെളിപ്പെടും. ഇത് മറന്നു പോകരുത് നമ്മൾ. രണ്ടാമത്, മോറിയ പർവ്വതത്തിന് നമുക്ക് തരാനുള്ള സന്ദേശം എന്താ? അത് സമർപ്പണത്തിൻ്റെ ഇടമാണ്. സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ഇടമാണ് മോറിയ പർവ്വതം. ഉൽപ്പത്തിയുടെ പുസ്തകം 22:10-11 വചനങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക അല്ലേ? 9-10. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു, വിറകടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. 10-ാം വചനം പറയാണ്, മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. കത്തി കയ്യിലെടുത്തു. സഹോദരങ്ങളെ, സമ്പൂർണമായ സമർപ്പണം. സംശയങ്ങളില്ല, ആശയക്കുഴപ്പങ്ങളില്ല, ചഞ്ചലിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന് മറികടക്കുന്ന ഒരു സമർപ്പണമാണ്. നിങ്ങൾ ചിന്തിക്കുക, സമ്പൂർണമായി സമർപ്പണമുള്ള, ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിച്ചിരിക്കണമേ, കർത്താവിനായി സമർപ്പണം ചെയ്ത ജീവിതത്തിന്മേലാണ് മഹത്വം ഇറങ്ങുന്നതും ആ മഹത്വം നിരന്തരം വ്യാപരിക്കുന്നതും. നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളിലാണ് അവന്റെ മഹത്വം ഇറങ്ങി വരുന്നത്. അപ്രകാരമുള്ള കുടുംബങ്ങളിലാണ് കർത്താവിന്റെ തേജസ് പ്രകാശിതമാകുന്നത്. അവിടെ അന്ധകാരത്തിന് ഇടമില്ല, അവിടെ പിശാചിന് സ്ഥാനമില്ല, അശുദ്ധിക്കും അവിശ്വസ്തതയ്ക്കും അവിടെ യാതൊരു പ്രാധാന്യവുമില്ല. കർത്താവാണ് അവിടെ വസിക്കുന്നതും വാഴുന്നതും. കർത്താവാണ് കുടുംബങ്ങളെ നിയന്ത്രിക്കുന്നതും വളർത്തുന്നതും. അവിടെ അവന്റെ തേജസ് നിറഞ്ഞു നിൽക്കും. ആ തേജസ് ആ കുടുംബങ്ങളെ പ്രകാശിപ്പിക്കും. എത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനം! എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവനുള്ള വചനത്തെ നീ സ്വന്തമാക്കണം. ആ വചനത്തെ നമ്മൾ തിരസ്കരിക്കരുത്, നമ്മൾ തള്ളിക്കളയരുത്. ഹല്ലേലൂയാ. കുടുംബങ്ങളിലേക്ക് മഹത്വം ഇറങ്ങട്ടെ. കർത്താവിന്റെ തേജസ് നമ്മുടെ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ. നമ്മുടെ തലമുറകളിലേക്ക് അത് വ്യാപരിക്കട്ടെ. പാപരോഗ ശാപബന്ധനങ്ങൾ തകരട്ടെ. കർത്താവിന്റെ തേജസ്സിന്റെ ശക്തിയാ സകല അന്ധകാര കെട്ടുകളും അഴിയട്ടെ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ. മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. സമ്പൂർണ്ണ സമർപ്പണം, ചോദ്യം ചെയ്യാതെയുള്ള സമർപ്പണം, സംശയിക്കാതെയുള്ള സമർപ്പണം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി പൂർണ്ണമായി സമർപ്പിക്കാൻ പറ്റൂ. കർത്താവിന്റെ ഈ വചനത്തിനായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ പറ്റൂ. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന്റെ മഹത്വത്തിനായി സമർപ്പിക്കാൻ പറ്റൂ. പ്രിയ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തീരുമാനമുള്ള എത്ര പേര് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവമഹത്വം നമ്മുടെ കുടുംബങ്ങളെ നയിക്കട്ടെ, പ്രകാശിപ്പിക്കട്ടെ. സമ്പൂർണ്ണ സമർപ്പണമാണ്. മൂന്നാമത്, മോറിയ മലയ്ക്ക് നമുക്ക് തരാനുള്ള സന്ദേശം അത് വില കൊടുക്കലിൻ്റെ ഇടമാണ്. വില കൊടുത്താണ് രാജാവായ ദാവീദ് അത് വാങ്ങിയത്. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 21-ാം അധ്യായം 22 മുതലുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഉണർവോടെ വായിക്കണം. 1 ദിനവൃത്താന്തത്തിന്റെ 21 ദാവീദ് അവനോട് പറഞ്ഞു, കർത്താവിനെ ഒരു ബലിപീഠം പണിയാൻ ഈ കളം എനിക്ക് തരിക, ഈ നിലം, ഈ മണ്ണ് എനിക്ക് തരണം, അതിൻ്റെ മുഴുവൻ വിലയും സ്വീകരിച്ചു കൊള്ളുക, ജനത്തിൽ നിന്ന് മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ. ഓർണാന്റെ വെതിക്കളമാണ് ആ സ്ഥലം. ഓർണാൻ ദാവീദിനോട് പറഞ്ഞു, അങ്ങ് അതെടുത്തു കൊള്ളുക, എൻ്റെ യജമാനനായ രാജാവിന് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ദഹനബലിക്ക് കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്ക് ഗോതമ്പും എല്ലാം ഞാൻ വിട്ടുതരുന്നു. ദാവീദ് പറഞ്ഞു, പാടില്ല, മുഴുവൻ വിലയും തന്നേ ഞാൻ വാങ്ങും. നിന്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. എത്ര ശക്തമായ തീരുമാനമാണ്! നിന്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല. കർത്താവിനായി ഞാൻ എടുക്കുകയില്ല.
തുടർന്ന് എന്താ പറഞ്ഞത്? എടുക്കുകയില്ല. പണം മുടക്കാതെ ഞാൻ കർത്താവിന് ദഹനബലി അർപ്പിക്കുകയില്ല. ദാവീദ് ആ സ്ഥലത്തിൻ്റെ വിലയായി 600 ഷെക്കൽ സ്വർണം ഓർനാന് കൊടുത്തു. അങ്ങനെ വില കൊടുത്താണ് ആ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന ആ മണ്ണ് ദാവീദ് വിലയ്ക്ക് വാങ്ങിയത്. അത് വിലക്കൊടുക്കലിന്റെ സ്ഥലമാണ്. കർത്താവിന്റെ മഹത്വം ഇറങ്ങി വന്ന് ആ മഹത്വം നമ്മിൽ വസിക്കുമ്പോൾ ഈ മഹത്വത്തിൽ ജീവിക്കുവാൻ ഞാനും നിങ്ങളും ഒരു വില കൊടുക്കല് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന് ഒരു വില കൊടുക്കൽ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാടൻ ഭാഷയിൽ പറയില്ലേ, ബെല്ലും ബ്രേക്കും ഇല്ലാതെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്കിഷ്ടപ്പെട്ടതുപോലെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമ്മുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം, നമ്മുടെ മുഴുവൻ സ്വാതന്ത്ര്യവും കർത്താവിന്റെ കരങ്ങളിലാണ്. അവനാണ് നമ്മുടെ യജമാനൻ, അവിടുന്നാണ് നമ്മുടെ മാസ്റ്റർ, കർത്താവാണ് നമ്മുടെ ഉടമസ്ഥൻ. സഹോദരങ്ങളെ, നമ്മുടെ മുഴുവൻ സ്വാതന്ത്ര്യവും കർത്താവിന്റെ കരങ്ങളിലാണ്. ഇതൊരു നമുക്ക് ആ ഒരു ബോധം ഉണ്ടാവണം. മറ്റെന്തിനേക്കാൾ ഉപരി കർത്താവിന്റെ തേജസ്, അവന്റെ ആത്മാവിന്, അവന്റെ അഭിഷേകത്തിന് നീ വില കൽപ്പിക്കണം. തേജസ്സിന്റെ ആത്മാവിനായി, മഹത്വത്തിന്റെ അഭിഷേകത്തിനും ശുശ്രൂഷയ്ക്കുമായി നീ നിന്റെ ജീവിതത്തെ ഒരു ത്യാഗമായി, ബലിയായി കർത്താവിനെ സമർപ്പിക്കുക. അതാണ് വില കൊടുക്കലേ. ഒരു ബലിയായി അങ്ങ് സമർപ്പിക്കണം. എനിക്കിഷ്ടപ്പെട്ടതുപോലെ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ കാണാനോ കേൾക്കാനോ രുചിക്കാനോ ജീവിക്കാനോ പെരുമാറാനോ സംസാരിക്കാനോ എനിക്ക് സാധിക്കില്ല. കാരണം എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഞാൻ കർത്താവിനുള്ളവനാണ്. ഞാൻ കർത്താവിൻ്റെ അവകാശമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി. വില കൊടുക്കണം. നിന്റെ കാഴ്ചകളെ, നിന്റെ കേൾവികളെ, നിന്റെ മനോഭാവങ്ങൾ, ചിന്തകൾ, നിന്റെ സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ, ജീവിത രീതികൾ, ഇവിടെയെല്ലാം കൃത്യമായ ഒരു വില കൊടുക്കലിന്റെ ജീവിതം. എന്താണ് ഈ വില കൊടുക്കല്? ദൈവവചന പ്രകാരം നീ ജീവിക്കണം. നിന്റെ ജീവിതത്തിൽ കൃത്യമായി വചനത്തിൽ അടിസ്ഥാനം ഇട്ട ഒരു ഡിസിപ്ലിൻ ലൈഫ് നിനക്കുണ്ടാകണം. ചിട്ടയായ ഒരു ജീവിതം, കർത്താവിനോട് ചേർന്നുള്ളൊരു ജീവിതം, അവന്റെ മഹത്വത്തിനായുള്ളൊരു ജീവിതം, അതിന് വില കൊടുക്കണം. മോശ പ്രവാചകൻ ആ മല കയറിയിട്ട് 80 ദിനരാത്രങ്ങളാണ് കർത്താവിൻ്റെ ഒപ്പം, കർത്താവിനോട് കൂടെ ചെലവഴിച്ചത്. അത്ര പ്രസംഗിക്കാൻ ഇതൊക്കെ എളുപ്പ സഹോദരങ്ങളെ. കർത്താവിൻ്റെ കൂടെ ചെലവഴിക്കണം, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ചെലവഴിക്കണം, അവൻ്റെ മഹത്വത്തിൻ്റെ മേഘത്തിൽ അങ്ങ് നമ്മളങ്ങനെ കിടക്കണം. നമ്മൾ ജോഷ പ്രവാചകനെ പോലെ മോശപാളയത്തിലേക്ക് പോയപ്പോഴും നൂനിന്റെ പുത്രനായ ജോഷുവ സമാഗമ കൂടാരത്ത് വിട്ടുപോയില്ല. അവൻ ആ മഹത്വത്തിൽ കിടന്നു. ആ മഹത്വത്തിൽ അവൻ ഉറങ്ങി. അവൻ ഉണർന്നതും കർത്താവിന്റെ തേജസ്സിലാണ്. ആ തേജസ്സിൽ അവൻ ജീവിച്ചു, ശുശ്രൂഷിച്ചു. ഹല്ലേലൂയ. വില കൊടുക്കലിന്റെ ജീവിതം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഇപ്രകാരം ഒരു ജീവിതത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 2-3 നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കും. തലമുറകളിൽ നമ്മുടെ തലമുറ തേജസ്സിന്റെ തലമുറയാകും. നമ്മുടെ മക്കള് കർത്താവിന്റെ മഹത്വത്തെ സംവഹിക്കുന്ന, വെളിപ്പെടുത്തുന്ന മക്കളായി മാറും. അന്ധകാരം ഭൂമിയെയും കൂടിരിട്ട് ജനതകളെയും മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. കർത്താവ് നിന്റെ മേൽ ഉദിക്കും, അവിടുത്തെ മഹത്വം നിന്റെ മേൽ ദൃശ്യമാകും. അപ്പോൾ ജനതകൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയ ശോഭയിലേക്കും വരും. കർത്താവ് നിന്റെ മേൽ ഉദിക്കും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളുടെ മേൽ കർത്താവ് ഉദിക്കും, കർത്താവ് പ്രകാശിക്കും. പൂർണ്ണ സൂര്യനെ പോലെ ഉദിച്ച് കർത്താവ് നിൽക്കും. മഹത്വത്തോടെ കർത്താവ് നിൽക്കും. സ്തുതിക്കുന്ന കർത്താവ്. ഓ ഗ്ലോറി 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 ഗ്ലോറി. അനുഭവിച്ച് കർത്താവിനെ സ്തുതിക്ക്. കർത്താവ് നിന്റെ മേൽ ഉദിക്കും, അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാകും.
ദൈവ തേജസ് നമ്മിൽ ദൃശ്യമാകുമ്പോൾ രാജാക്കന്മാര്, സ്ഥാനപതികള്, ജനതകള്, രാഷ്ട്രീയക്കാര്, സാമ്പത്തികമായ വിദഗ്ധര് എന്നു വേണ്ട ഈ ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠരുമായിട്ടുള്ളവരും സകല മനുഷ്യരും കർത്താവിന്റെ മഹത്വത്തിലേക്ക് ആകർഷിക്കപ്പെടും. രാജാക്കന്മാർ, നിന്റെ ഉദയശോഭ. ഏതാണ് ഈ ഉദയശോഭ? കർത്താവിന്റെ ഗ്ലോറിയാണ്, മഹത്വം. ഈ കാലഘട്ടത്തിൽ വെളിപ്പെടേണ്ട ശക്തമായ അഭിഷേകമാണ് തേജസ്സിന്റെ അഭിഷേകം, മഹത്വത്തിന്റെ ശുശ്രൂഷ. പരിശുദ്ധാത്മാവി ശുശ്രൂഷകൾ നമുക്ക് നൽകുക, ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുക. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, വില കൊടുക്കലിൻ്റെയും സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ദിനംതോറുമുള്ള വിശ്വാസത്താലുള്ള ജീവിതത്തിൻ്റെയും ഒരു ജീവിതമായി ഞാനും നിങ്ങളും മാറുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ കൃപ നിറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം നമ്മിൽ പ്രകാശിക്കും. 104-ാം സങ്കീർത്തനം 1-ാമത്തെ വചനം പറയുന്നുണ്ട്. 104-ന്റെ എന്താണ് വചനം പറയുന്നത്? എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്, അവിടുത്തെ മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. കർത്താവ് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് മഹത്വവും തേജസ്സും വസ്ത്രം പോലെ ധരിച്ചിരിക്കുകയാണ്. അത് കർത്താവ് നമ്മെ ധരിപ്പിക്കും. തന്റെ മഹത്വവും തേജസ്സും കർത്താവ് നമ്മെ ധരിപ്പിക്കും. ഒരു വസ്ത്രം പോലെ കർത്താവ് നമ്മെ ധരിപ്പിക്കും. നമ്മുടെ കുടുംബങ്ങളെ ധരിപ്പിക്കും. തേജസ്സിന്റെ കുടുംബമായി, മഹത്വത്തിന്റെ കുടുംബമായി നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ ഉച്ചത്തിൽ ഈ വചനത്തിന്റെ ക്രമ സ്വീകരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ കർത്താവിന് മഹത്വം കൊടുത്തേ. ഒരു വസ്ത്രം പോലെ തന്റെ മഹത്വവും തേജസ്സും കർത്താവ് നമ്മെ ധരിപ്പിക്കും, നമ്മെ അണിയിപ്പിക്കും, നമ്മെ അണിയിപ്പിക്കും. നിരന്തരം ഒരു വാഞ്ചയുണ്ടാകും. ഈ മഹത്വത്താലും തേജസ്സിനാലും നിറയപ്പെട്ട് ഈ തേജസ്സിനാൽ നയിക്കപ്പെടുന്ന കർത്താവിന്റെ മഹത്വത്തിന്റെ റിയൽ ലൈഫ്, യഥാർത്ഥ ജീവിതമായി നമ്മുടെ ജീവിതം മാറുവാൻ നിരന്തരമായൊരു വാഞ്ച, അടങ്ങാത്തൊരു ആഗ്രഹം എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമുക്കുണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയാം. നിരന്തരമായ ആഗ്രഹം ഉണ്ടാകും. 27-ാം സങ്കീർത്തനം 4 അതാണ് നമ്മൾ കാണുന്നത്. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം. ദാവീദ് പറയാം, ദാവീദിന്റെ ജീവിതത്തിന്റെ വലിയൊരു വിജയം ഈ ഒരു ദാഹമാണ്. കർത്താവിൻ്റെ തേജസ്സിനു വേണ്ടി, സാന്നിധ്യത്തിനു വേണ്ടി, ആ മഹത്വത്തിൽ ജീവിക്കുവാനും ആ മഹത്വം വെളിപ്പെടുത്തുവാനുമുള്ള തൻ്റെ നിരന്തരമായ വാഞ്ച, ആഗ്രഹമാണ് ദാവീദിന്റെ വിജയത്തിന് പ്രധാന കാരണം. ഒരു കാര്യം മാത്രം ഞാൻ എൻ്റെ കർത്താവിനോട് അപേക്ഷിക്കുന്നു. എന്താണ് ആ കാര്യം? കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും, കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ, കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ തന്നെ ജീവിതകാലം മുഴുവൻ. കർത്താവിൻ്റെ ആലയത്തിൽ എന്താണ്? കർത്താവിൻ്റെ തേജസ്സാണ്. കർത്താവിൻ്റെ തേജസ്സിൽ വസിക്കാൻ, കർത്താവിൻ്റെ മഹത്വത്തിൽ ജീവിക്കാൻ, ആ മഹത്വത്തെ കാക്കുവാൻ, ആ തേജസ് അനുഭവിക്കുവാൻ എൻ്റെ കർത്താവേ, ഈ ഒരു കാര്യം മാത്രം എനിക്ക് മതിയെന്ന്. നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥതയോടിത് പറയാൻ പറ്റും? നമുക്ക് 100 കാര്യങ്ങളുണ്ട് കർത്താവിനോട് പറയാനും കർത്താവിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുവാനും. നല്ല കാര്യമാണ് സഹോദരങ്ങൾ. പക്ഷേ ദാവീദിന്റെ ആഗ്രഹം എന്താണ്? ഒരു ഭൗതികതയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ദാവീദ് പറയാ, എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ കർത്താവെ അങ്ങയോട് പറയാനുള്ളൂ. എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ തേജസ്സിൽ എനിക്ക് വസിക്കണം, അങ്ങയുടെ മഹത്വത്തിൽ എനിക്ക് ജീവിക്കണം. മറ്റൊന്നും വേണ്ട കർത്താവേ. അവൻ പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അംഗീകാരത്തിന് വേണ്ടിയോ ലോകസുഖത്തിന് വേണ്ടിയോ പദവിക്ക് വേണ്ടിയോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ഒന്നുമല്ല കർത്താവിനോട് അവൻ അപേക്ഷിച്ചത്. എൻ്റെ ജീവിതം മുഴുവൻ അങ്ങയുടെ മഹത്വത്തിലായിരിക്കണം, ആ തേജസ്സിൽ എനിക്ക് വസിക്കണം.
എത്ര നല്ലൊരു ആഗ്രഹമാണ് സഹോദരങ്ങൾ. നമ്മുടെ ഉള്ളിലൊക്കെ ഈ ഒരു ആഗ്രഹം ഉണ്ടായാൽ നമ്മൾ കൂടുതൽ സമർപ്പണത്തിലേക്ക് വരും. വിശ്വാസം ജീവിക്കുന്നവരായി നമ്മൾ മാറും. കൂടുതൽ വിലക്കൊടുക്കലിൻ്റെ, ത്യാഗത്തിൻ്റെ, കൃപയുടെ, വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ, സ്നേഹത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ആരാധനയുടെ, കർത്താവിനോടുള്ള ഐക്യതയുടെ ജീവിതമായി നമ്മുടെ ജീവിതം മാറും. നമ്മളിങ്ങനെ പല വിധത്തിൽ ഇങ്ങനെ വ്യഗ്രതപ്പെട്ട് നമ്മളിങ്ങനെ സ്കാറ്റേർഡായി ചിതറിപ്പോവുകയാണ്. നമ്മുടെ ചിന്തകളും കാഴ്ചകളും എല്ലാം ചിതറി ഇത് പിശാചാണ്, ചിതറിച്ച് കളയാണ് സഹോദരങ്ങൾ. ഇന്നലെ രാത്രിയിൽ ഞാൻ താപസപിതാവായ വിശുദ്ധ അന്തോണിയുടെ ചരിത്രം വായിക്കി ധ്യാനിക്കുകയായിരുന്നു. അന്തോണി പിതാവ് വലിയ താപസപിതാവാണ്. സന്യാസിമാരുടെ സന്യാസി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ ബിഷപ്പായിരുന്ന വിശുദ്ധനായ അത്തനേഷ്യസ്, അദ്ദേഹം വലിയൊരു സഭാപിതാവാണ്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സഭാപിതാവാണ് അത്തനേഷ്യസ് പിതാവ്. അത്തനേഷ്യസ് പിതാവാണ് താപസ പിതാവായി അന്തോണിയുടെ ഈ ജീവചരിത്രം എഴുതിയിട്ടുള്ളത്. അതിൽ പിശാച് അനേക പ്രാവശ്യവും ദൈവമേ സുന്ദരിയായ സ്ത്രീയുടെ രൂപത്തിൽ വരുന്നു. കാമാസക്തി അവനിൽ തൊടുത്തു വിടാൻ നോക്കുന്നു. വന്യമൃഗങ്ങളുടെ, സിംഹം, കരടി, ഇങ്ങനെ അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന, നമ്മൾ കാണാത്ത കേൾക്കാത്ത രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ ശബ്ദവും രൂപവും ഒക്കെ സ്വീകരിച്ച് പിശാച് അറ്റാക്ക് ചെയ്യുന്നു. ഈ സമയത്തെല്ലാം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: കർത്താവിലുള്ള എൻ്റെ വിശ്വാസം എനിക്ക് മുദ്രയും സംരക്ഷണ കോട്ടയുമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് സഹോദരങ്ങളെ. എൻ്റെ കർത്താവിലുള്ള എൻ്റെ വിശ്വാസം എനിക്ക് മുദ്രയും സംരക്ഷണ കോട്ടയുമാണെന്ന് നിരന്തരം അദ്ദേഹം പിശാചിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. സാത്താന് മനസ്സിലായി ഇവനെ പരാജയപ്പെടുത്ത എളുപ്പമില്ല. 1, 2, 3 അല്ല, അനവധി പ്രാവശ്യം പല വിധത്തിൽ പല രൂപത്തിൽ പിശാച് അറ്റാക്ക് ചെയ്യാണ് ഈ താപസ പിതാവിന്. നിരന്തരമായ പ്രാർത്ഥനയും ആഴമേറിയ വിശ്വാസവും സമർപ്പണവും മൂലം താപസ പിതാവായ അന്തോണിയുടെ മേൽ വിജയം നേടാൻ പിശാചിന് പറ്റിയില്ല എന്നാണ് വിശുദ്ധനായ അത്തനേഷ്യസ് പിതാവ് പറഞ്ഞു വെക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ഈ മഹത്വത്തിലായിരുന്നു, തേജസ്സിലായിരുന്നു. താപസ പിതാക്കന്മാരെല്ലാവരും ജീവിതം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റേണ്ടത് നമ്മൾ ചിന്തിക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയുക, നിരന്തരമായൊരു വാഞ്ച, കർത്താവിൻ്റെ തേജസ്സിനു വേണ്ടിയുള്ളൊരു വാഞ്ച നമുക്കുണ്ടാകട്ടെ. ദിനവൃത്താന്തത്തിന് 1-ാം പുസ്തകം 16:11 പരിശുദ്ധ വചനം പറയുന്നുണ്ട്: കർത്താവിനെ അന്വേഷിക്കുവിൻ, അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കുവിൻ, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. നിരന്തരം കർത്താവിന്റെ സാന്നിധ്യം തേടുവിൻ. കർത്താവിന്റെ തേജസ്സിനായി നീ അന്വേഷിക്കുവിൻ. കർത്താവിന്റെ മഹത്വത്തിനായി നിരന്തരം നീ ആഗ്രഹിക്കണം. ദൈവ തേജസ്സിനായി നീ അന്വേഷിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? 11:29 വായിച്ച്. ദിനവൃത്താന്തം 16:27 മഹത്വവും തേജസ്സും അവിടുത്തെ വലയം ചെയ്യുന്നു, ശക്തിയും ആനന്ദവും അവിടുത്തെ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. നിരന്തരമായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യത്തിനായി, തേജസ്സിനായി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അഭിലഷിക്കുമ്പോൾ, ആ മഹത്വവും തേജസ്സും നമ്മളെ ആവരണം ചെയ്യും. കർത്താവിന്റെ ഗ്ലോറി നമ്മളെ പൊതിയും സഹോദരങ്ങളെ. ആ മഹത്വത്തിന്റെ വലയം നമുക്ക് ചുറ്റുമുണ്ടാകും. നമ്മൾ ആ മഹത്വത്തിൽ ജീവിക്കുന്നവരാകും. മഹത്വത്തിന്റെ മേഘം, ആ ദൈവ സാന്നിധ്യ അനുഭവം നിരന്തരം അനുഭവിക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യും. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യും. നിരന്തരം കർത്താവിന്റെ സാന്നിധ്യം തേടുക. അവിടുത്തെ മഹത്വവും തേജസ്സും ആവരണം ചെയ്യും. നിന്നെ ആവരണം ചെയ്യും, നിന്റെ കുടുംബത്തെ ആവരണം ചെയ്യും. മാത്രമല്ല, കർത്താവിൻ്റെ മഹത്വത്തിൽ നമുക്ക് ആനന്ദമുണ്ട് സഹോദരങ്ങളെ.
ഈ ഒരുക്കുന്ന ഒന്നും നമ്മൾ ഈ താമസപിതാക്കൻ ഭക്ഷണമില്ല, ഭക്ഷണ രുചിയില്ല, ഒരു തരത്തിലുള്ള സുഖങ്ങളില്ലതാണ്. ലോകത്തിൻ്റെ ഒരു സുഖഭോഗം അവർക്കില്ല. ആളുകൾ ദിവസങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ കേബേജ് കണ്ടിട്ടില്ല നിങ്ങൾ? കേബേജിൻ്റെ 2-3 ഇലകൾ കഴിക്കും. പിന്നെ ഈ ചീറ് കലങ്ങിയ ചെളിവെള്ളം കുടിക്കും. ആണെങ്കിൽ ഒരു ഉണക്ക റൊട്ടി, അത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, അല്ലാതെ ദിവസത്തിൽ തന്നെ 3-4 പ്രാവശ്യം, പല ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ 2-3 കേബേജിൻ്റെ ഇലയും ഈ ചെളിവെള്ളവും ഒരു കഷ്ണം വളരെ ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയിരിക്കുന്ന അപ്പം കഴിക്കുന്നത്. അവർ ഈ മഹത്വത്തിൽ ജീവിക്കുക. ഈ ആനന്ദാണ്. എന്തൊരു ആനന്ദം! ഒരു പരാതികളും. അതുകൊണ്ട് പിശാചിന് അടുത്ത് തൊടാൻ പറ്റുന്നില്ല, അടുത്ത് വരാൻ പറ്റുന്നില്ല. താമസപിതാക്കന്മാർ, വിശുദ്ധ പൗലോസ് വലിയ താമസപിതാവ, വിശുദ്ധ മക്കാരിയൂസ്, വിശുദ്ധ അന്തോണീസ്, വിശുദ്ധ പബ്ലിമൂസ് എന്ന് പറയുന്ന വേറൊരു താമസപിതാവ്, അനേക താമസപിതാക്കന്മാരുടെ ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ഈ ചൈതന്യക്ക് ഒരുപാട് കരുത്ത് പകരും. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ആനന്ദമുണ്ട്, സംരക്ഷണമുണ്ട്, നമുക്ക് വേണ്ട ഗൈഡൻസ് ഉണ്ട്, നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഉണ്ട്, നമുക്ക് വേണ്ട അനോയിൻറ്റിംഗ് ഉണ്ട്, നമുക്ക് വേണ്ട ശക്തീകരണമുണ്ട്, നമുക്ക് വേണ്ട ആത്മീയ ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ തേജസ്സിലുണ്ട്. അത് അവൻ്റെ ആത്മാവ് തന്നെയാണ്. പറഞ്ഞ ഹല്ലേലൂയ. 21-ാം സങ്കീർത്തനം 6-ാം വചനത്തിൽ കാണുന്നുണ്ട്, അവിടുന്ന് അവൻ എന്നേക്കും അനുഗ്രഹപൂർണനാക്കി, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആനന്ദം. ദൈവ സാന്നിധ്യത്തിൽ എന്തുണ്ട്? എല്ലാവരും ഉറക്കെ പറഞ്ഞ്, കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ എന്തുണ്ട്? ആനന്ദമുണ്ട്. കർത്താവിന്റെ തേജസ്സിൽ എന്തുണ്ട്? ആനന്ദമുണ്ട്. കർത്താവിന്റെ മഹത്വത്തിൽ എന്തുണ്ട്? ആനന്ദം, 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 ആനന്ദമുണ്ട്. ജോയ്, ജോയ്, ജോയ്. ആത്മാവിന്റെ ആനന്ദം. ഈ ലോകം തരാത്ത, ഈ ലോകത്തിനൊന്നിനും നൽകാൻ കഴിയാത്ത യഥാർത്ഥ ആനന്ദം കർത്താവിന്റെ തേജസ്സിലുണ്ട് സഹോദരങ്ങളെ. ഈ ആനന്ദം അവനെ അനുഗ്രഹപൂർണനാക്കി. അപ്പൊ നമ്മൾ അതിനു വേണ്ടി ദാഹിക്കണം. 63-ാം സങ്കീർത്തനം 1 പറയുന്നു, ദൈവമേ അവിടുന്നാണ് എന്റെ ബലം, ഞാൻ അങ്ങയെ തേടുന്നു, എന്റെ ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി എന്ന പോലെ എന്റെ ശരീരം അങ്ങയെ കാണാതെ, കർത്താവെ അങ്ങയെ കാണാതെ ഞാൻ തളരുന്നു. ആത്മാവ് അങ്ങേക്കായി ദാഹിക്കുന്നു. നിരന്തരമായൊരു ദാഹം ഉണ്ടാവട്ടെ, ആഗ്രഹം ഉണ്ടാവട്ടെ, തീഷ്ണതയുണ്ടാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ മഹത്വം ഇറങ്ങുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ തേജസ് പ്രകാശിക്കുവാൻ, നമ്മൾ ഈ മഹത്വത്തിൽ ജീവിക്കുന്നവരാകാൻ നിരന്തരമായൊരു ദാഹം നമ്മിൽ വളരട്ടെ, വർദ്ധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സഹോദരൻ. ഇനി കർത്താവിൻ്റെ ഈ മഹത്വ തേജസ് എപ്പോഴാണ് ഇറങ്ങി വരുന്നത്? അനേക പ്രാവശ്യം പല വിധത്തിൽ നമുക്ക് ഈ തേജസ് പ്രവർത്തിക്കുന്നത്, വെളിപ്പെടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സമയം നമ്മൾ പ്രധാനമായും ഒരു കാര്യം കണ്ട് ശുശ്രൂഷ കർത്താവിനെ സമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയിലും സ്തുതി ആരാധനയിലും കർത്താവിൻ്റെ തേജസ് ഇറങ്ങി വരുന്നു ദൈവജനത്തിൻ്റെ മേൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ മിനിസ്ട്രികളിൽ, നമ്മുടെ സഭയിൽ, ജനതകളിൽ, രാജ്യങ്ങളിൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്ന, കർത്താവിൻ്റെ തേജസ് പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ ദൈവ തേജസ് വ്യാപരിക്കുന്നത് ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയിലും സ്തുതി ആരാധനകളിലുമാണ്. പരിശുദ്ധ ബൈബിളിൽ ഒത്തിരി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 5-ാം അധ്യായം, അവിടെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ സ്വരമുയർത്തിന്ന് വായിക്കാം. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തു വന്നപ്പോൾ ആസാഫ്, ഹേമാൻ, യദൂദുൻ എന്നിവരും അവരുടെ പുത്രന്മാരും ബന്ധുക്കളുമായി സംഗീതജ്ഞരായ ലേവ്യരൊക്കെയും ചണവസ്ത്രം ധരിച്ച്, അവരെല്ലാം ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് ബലിപീഠത്തിന് കിഴക്കുവശത്ത് കാഹളമൂതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട്
ചേർന്ന് നിന്നു. കാഹളമൂത്തുകാരും ഗായകരും ഒത്തൊരുമിച്ച് ഏകസ്വരത്തിൽ കർത്താവിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചൊരു സെക്കൻഡ് ഇങ്ങോട്ട് നോക്കിയേ. സ്തുതി ആരാധന അർപ്പിക്കുകയാണ്. കാഹളമൂത്തുകാരും ഗായകരും പുരോഹിതന്മാരും ഒത്തുചേർന്ന് ഏകസ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രഗാനങ്ങൾ അർപ്പിക്കുകയാണ്. സ്തുതിയാരാധന, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുകയാണ്. വിവിധങ്ങളായ സംഗീത ഉപകരണങ്ങൾ അകമ്പടിയോടുകൂടി, ഇൻസ്ട്രുമെന്റുകളോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ച് പാടി ആരാധിക്കുകയാണ്. ദൈവജനത്തിന്റെ സ്തുതി ആരാധനകളിൽ മഹത്വമിറങ്ങും. കർത്താവിന്റെ തേജസ് ജനം മുഴുവനെയും പൊതിയും. ദൈവ തേജസ്സിന് അനുഭവം നമുക്കുണ്ടാകും സ്തുതി ആരാധനകളിൽ. അവരങ്ങനെ സ്തുതിച്ചു പാടി. തുടർന്ന് വചനം എന്താ പറയുന്നത്? കാഹളം, കൈത്താളം, മറ്റ് സംഗീതോപകരണങ്ങൾ, മറ്റെല്ലാവിധ സംഗീത ഉപകരണങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി അവർ കർത്താവിനെ സ്തുതിച്ചു പാടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ നിരന്തരം കർത്താവിനെ സ്തുതിച്ചു പാടണം. നമ്മുടെ ജീവിതത്തിൽ സ്തുതികൾ ഉണ്ടാകണം. കർത്താവിനെ ഇങ്ങനെ സ്തുതിച്ചു. നമ്മുടെ കുടുംബങ്ങളിൽ സ്തുതിയുടെ ഗീതങ്ങൾ, ആരാധന ഗീതങ്ങൾ ഉയരണം. നമ്മുടെ മിനിസ്ട്രികളിൽ നിരന്തരമായി സ്തുതി ഗീതങ്ങൾ, കർത്താവിനോടുള്ള ആരാധന ഗീതങ്ങൾ, നമ്മൾ അവിടെ മഹത്വം ഇറങ്ങും, തേജസ് ഉണ്ടാകും. സിനിമാ പാട്ടോ അല്ലെങ്കിൽ കണ്ണി കണ്ട ലോകത്തിന്റെ ലൗകികമായ ജഡീകമായ പാട്ടുകളോ അങ്ങനെയുള്ള ആലാപനങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ മുടങ്ങേണ്ടത് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തുതി കീർത്തനങ്ങള്, കർത്താവിനോടുള്ള ആരാധന ഗീതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉയരട്ടെ. മഹത്വം ഇറങ്ങും. ദൈവ തേജസ് നിന്റെ കുടുംബത്തെ പ്രകാശിപ്പിക്കും. സ്തുതിച്ചു പാടി. അവരെന്താ പാടിയത്? അവിടെ വചനം പറയുന്നുണ്ട്. അവർ പാടിയത് എന്താണ്? അവിടുന്ന് നല്ലവനാണ്, കർത്താവ് നല്ലവനാണ്. ലോർഡ് ഈസ് ഗുഡ്, ലോർഡ് ഈസ് ഗുഡ്. അവിടുത്തെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. ഇങ്ങനെ സ്തുതിച്ചു പാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആലയത്തിൽ ഒരു മേഘം വന്നു നിറഞ്ഞു. ഷെക്കൈന ഗ്ലോറി, ഷെക്കൈന ഗ്ലോറി. മഹത്വം ഇറങ്ങി വരികയാണ്. കർത്താവിന്റെ തേജസ് ദേവാലയത്തെ ചൂഴ്ന്നു നിൽക്കുക. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. അവൻ ആവർത്തിച്ച് കർത്താവിനെ സ്തുതിച്ചു പാടി, കർത്താവിനെ ആരാധിച്ചുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തി. മഹത്വത്തിന്റെ ഗാനങ്ങള്, സ്തുതിയുടെ ഗീതങ്ങള്, തേജസ്സിന്റെ പാട്ടുകൾ പാടി അവർ കർത്താവിനെ ആരാധിച്ചു. മഹത്വമിറങ്ങി, തേജസ് വെളിപ്പെട്ടു. നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സഭയിൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുക. സ്തുതി ആരാധനകൾ ഉയരണം. കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള, ആരാധിച്ചുകൊണ്ടുള്ള ആരാധന ഗീതങ്ങൾ, സ്തുതി ഗീതങ്ങൾ ഉയരണം സഹോദരങ്ങളെ. അവിടെ മഹത്വം ഇറങ്ങി വരും. മഹത്വം, ശക്തി വെളിപ്പെടും. ഒരു വചനം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16:25-26 അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. ദൈവത്തെ സ്തുതിച്ചു പാടി തടവുകാർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ മഹത്വം ആ കാരാഗൃഹത്തിലേക്ക് ഇറങ്ങി. മഹത്വത്തിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തിയായി ആ കാരാഗൃഹത്തിലേക്ക് ഇറങ്ങി വന്നു. എപ്പോഴാണ്? കീർത്തനങ്ങൾ പാടി കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കും. അവിടെ മഹത്വം ഇറങ്ങും, തേജസ് വെളിപ്പെടും. എന്റെ സഹോദരങ്ങളെ, പ്രാർത്ഥന, നിരന്തരമായ പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും ആരാധനയുടെയും ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ. ലേവ്യ പുസ്തകത്തിൽ 9:23 പറയുന്നുണ്ട്. ലേവ്യർ 9:23 മോശ പ്രവാചകൻ അഹ്റോനും സമാഗമ കൂടാരത്തിൽ പ്രവേശിച്ച് പുറത്തിറങ്ങി വന്ന് അവർ ജനത്തെ ആശീർവദിച്ചു.
അവർ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കർത്താവിന്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി. അപ്പോൾ കർത്താവിന്റെ മഹത്വം ജനത്തിന് പ്രത്യക്ഷമായി. മോശി മഹ്റോൻ ചേർന്ന് ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മഹത്വം ഇറങ്ങി, തേജസ് വെളിപ്പെട്ടു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെയും ദൈവസ്തുതിയുടെയും ദൈവാരാധനയുടെയും കുടുംബങ്ങളാകട്ടെ. നമ്മുടെ മിനിസ്ട്രികൾ, കൂട്ടായ്മകളെല്ലാം അവിടെയെല്ലാം കർത്താവിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവ തേജസ് നമ്മളെ നിയന്ത്രിക്കട്ടെ. തേജസ്സിന്റെ ശക്തിയാലും അഭിഷേകത്താലും നമ്മൾ പൂരിതരാകട്ടെ. ഒരു നിരന്തരമായ ആഗ്രഹവും ദാഹവും നമ്മിൽ വർദ്ധിച്ചു വരട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് തൻ്റെ മഹത്വത്താൽ പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ മഹത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും കുടുംബങ്ങളായി മാറട്ടെ. നമ്മുടെ മിനിസ്ട്രികളിൽ കർത്താവിൻ്റെ ശക്തിയുടെ മഹത്വം വെളിപ്പെടട്ടെ. നമ്മുടെ സഭയിൽ ദൈവ തേജസ് നിരന്തരം പ്രകാശിക്കട്ടെ. എല്ലാ ജനതകളും കർത്താവിൻ്റെ മഹത്വം ദർശിച്ച് നിത്യരക്ഷ സ്വന്തമാക്കട്ടെ. നമുക്കതിനായി പ്രാർത്ഥിക്കാം. ഈ ദൈവ പദ്ധതിക്കായി നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം. എൻ്റെ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 1-2 ദിവസങ്ങൾ നമുക്കുള്ളൂ. ഈ വരുന്ന വെള്ളിയാഴ്ച ജൂൺ മാസം 19-ാം തീയതി രാവിലെ 9 മുതൽ 21-ാം തീയതി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ടീം ഷെഖീനയുടെ നേതൃത്വത്തിൽ നമ്മുടെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പ്രയർ സ്റ്റോം എന്നൊരു ശുശ്രൂഷ നടക്കും. നിങ്ങളെല്ലാവരും വരണം. നിങ്ങളെല്ലാവരെയും കാണാൻ ആഗ്രഹമുണ്ട്. സാധിക്കുന്ന എല്ലാവരും. തിരക്കുകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ക്ലേശങ്ങളുണ്ട്, ചില രോഗപീഠകളുണ്ട്. എല്ലാം മാറ്റിവെച്ച് കർത്താവിനോടും അവിടുത്തെ വചനത്തോടുള്ള സ്നേഹത്തെ പ്രതി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിലും ഒന്നിച്ച് ആരാധിക്കുന്നതിലും ഒന്നിച്ചിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ട് കൃപ സ്വീകരിക്കുന്നതിലുള്ള ആനന്ദം തിരിച്ചറിഞ്ഞ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് വരണം. ഇനിയും പേരുകൾ രജിസ്റ്റർ ചെയ്യാത്തവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങൾ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. പ്രാർത്ഥിച്ചൊരുക്കി നിങ്ങൾ അനേകരെ കൊണ്ടുവരണം. നിങ്ങളുടെ മക്കൾ, യുവജനങ്ങളെ പ്രാർത്ഥിച്ചു കൊണ്ടുവരിക. എൻ്റെ ബഹുമാനപ്പെട്ട സമർപ്പിത അമ്മമാരെ, നിങ്ങൾ സമർപ്പിത ജീവിതത്തിന് വലിയ ആനന്ദവും കൃപയുമായി ഈ ശുശ്രൂഷയെ കർത്താവ് മാറ്റും. പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ സമർപ്പിത അമ്മമാർ വരണം. എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എൻ്റെ അനുജന്മാർ, അനുജത്തിമാരെ ഒക്കെ യേശുനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രത്യേകം സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമ്മൾ ഉപേക്ഷകോ വിചാരിക്കാതെ കൃപയോടെ കടന്നു വരാം. ഒപ്പം നിങ്ങൾ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വരുന്ന എല്ലാ ദൈവജനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താലും ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയാലും നിറയപ്പെടുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുകയാണ്. നമുക്ക് ഒന്നിച്ചു വരാം. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം.